ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് വീക്കിലേക്കുള്ള വീക്ക്ലി അനാലിസിസ് പ്ലസ് നാളത്തേക്കുള്ള ഡെയിലി അനാലിസിസ് വീഡിയോ ആണ്. അപ്പോൾ മാക്സിമം നമ്മൾ നെക്സ്റ്റ് വീക്കിലോട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു വീക്ക്ലി പെർസ്പെക്റ്റീവിൽ നമ്മൾ എൻ്റർ ആയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വീക്കിൽ നമുക്ക് അത്യാവശ്യം കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് ട്രേഡുകൾ പഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കൊരു വീക്ക്ലി ബയാസ് ഇല്ലാതാണ് നമ്മളൊരു വീക്കിലേക്ക് നമ്മൾ ബ്ലൈൻഡായിട്ട് നമ്മൾ ഇറങ്ങി ചെല്ലുന്നതെങ്കിൽ മോസ്റ്റ്ലി നമുക്ക് എന്തായിരിക്കും മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. മാർക്കറ്റ് നല്ല രീതിയിൽ ബെയറിഷ് ആയിരിക്കും. പക്ഷേ നമ്മൾ അവിടെ ഒരു ബുള്ളിഷ് സ്ട്രക്ചറിൻ്റെ ബ്രേക്കൊക്കെ കാണുന്ന സമയത്ത് നമ്മൾ അപ്പ് സൈഡിലോട്ടുള്ള എൻട്രികൾ നമ്മൾ ബ്ലൈൻഡായിട്ട് എടുക്കുമായിരിക്കും. അതേപോലെ നമ്മളിപ്പോൾ അപ്പ് സൈഡിലോട്ട് ഇപ്പോൾ നമ്മുടെ വീക്ക്ലി ബയാസിൽ മാർക്കറ്റ് ബെയറിഷ് ആണെങ്കിൽ നമ്മൾ ഡെയിലി ബയാസിൽ നമ്മളൊരു ബുള്ളിഷ് സ്ട്രക്ചർ കാണിച്ചാൽ നമ്മൾ റിസ്ക് ടു റിവാർഡിനെ നമ്മൾ വളരെയധികം കുറയ്ക്കും. കാരണം ഏതൊരു ഏരിയയിൽ നിന്നും തിരിച്ച് മാർക്കറ്റിന് സെല്ലിംഗ് പ്രഷറിലോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ചില കാര്യങ്ങൾ നമ്മൾ വീക്ക്ലി അനാലിസിസ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് മാർക്കറ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യാതെ നമുക്ക് നേരെ നമ്മുടെ വീക്ക്ലി അനാലിസിസിലോട്ട് പോകാം. അപ്പോൾ വീക്ക്ലിയിൽ ഞാൻ കഴിഞ്ഞ 1-2 ഡേയ്സായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന കാര്യമാണ്, മാർക്കറ്റ് ഇപ്പോഴും ബെയറിഷ് തന്നെയാണ്. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഒരു ഡൗണിലുള്ളൊരു സ്വിങ്ങിനെ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് ഡൗൺ സൈഡിലോട്ട് മൂവ് തന്നിരിക്കുന്നു. അത് ഒരു മേജർ ഈ ഒരു ഏരിയയിൽ നിന്ന് തന്നെ മാർക്കറ്റ് ബ്രേക്ക് തന്നപ്പോൾ തന്നെ നമുക്ക് ആ ഒരു വീക്ക് തന്നെ നമുക്കൊരു മെയിൻലി മാർക്കറ്റ് ബെയറിഷ് ആണെന്ന് നമുക്ക് പറയാൻ സാധിച്ചായിരുന്നു. പിന്നെ നെക്സ്റ്റ് കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്, മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ എപ്പോഴും എങ്ങനെയായിരിക്കും. ഒരു ബെയറിഷ് സ്ട്രക്ചർ ആണെങ്കിൽ മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ എപ്പോഴും ഈ ഒരു രീതിയിലായിരിക്കും. ബെയറിഷ് സ്ട്രക്ചർ എപ്പോഴും നമ്മൾ കാണുന്നത്. അപ്പോൾ ഞാൻ കറക്റ്റായിട്ടൊന്ന് ഓക്കെ. അപ്പോൾ ഇങ്ങനെ ആയിരിക്കും ഒരു ബെയറിഷ് സ്ട്രക്ചർ. അപ്പോൾ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കും, ഞാൻ എപ്പോഴും നിങ്ങൾക്ക് പറഞ്ഞു തന്നൊരു കാര്യമാണ്, മാർക്കറ്റ് ഒരു സ്വിങ് ഹൈയും സ്വിങ് ലോയും ഉണ്ടാക്കിയതിന് ശേഷം മാർക്കറ്റ് ഒരു ഡിസ്കൗണ്ട് ഏരിയയിലേക്കോ ഇല്ലെങ്കിൽ ഒരു പ്രീമിയം ഏരിയയിലേക്കോ മാർക്കറ്റ് മൂവ്മെൻറ്റ് തന്നതിന് ശേഷമായിരിക്കും മാർക്കറ്റ് ഡൗൺ സൈഡിലോട്ട് മൂവ് തരുന്നത്. ഇപ്പോൾ ഒരു ബെയറിഷ് സ്ട്രക്ചർ ആണെങ്കിൽ മാർക്കറ്റ് ഒരു പ്രീമിയം ഏരിയയിലേക്ക് പോയിട്ടായിരിക്കും മാർക്കറ്റ് ഈ ഒരു ഏരിയയെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുന്നത്. അതേപോലെ ഇപ്പോൾ ഒരു ബുള്ളിഷ് സ്ട്രക്ചർ ആണെങ്കിൽ മാർക്കറ്റ് ഒരു ഡിസ്കൗണ്ട് ഏരിയയിൽ, ഒരു ഡൗൺ സൈഡിലോട്ടുള്ള ഡിസ്കൗണ്ട് ഏരിയയിലേക്ക് വന്നിട്ടായിരിക്കും മാർക്കറ്റ് പിന്നെയും അപ്പ് സൈഡിലോട്ട് ബ്രേക്ക് ചെയ്യുന്നത്. കാരണം ഒരു ഡൗൺവേർഡ് സ്ട്രക്ചർ ആണെങ്കിൽ ഒരു പ്രീമിയം ഏരിയയിലായിരിക്കും കൂടുതൽ ആൾക്കാർ സെല്ല് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. ഞാനത് കറക്റ്റായിട്ടൊരു വീഡിയോയിൽ പറഞ്ഞായിരുന്നു, എക്സാമ്പിൾ വെച്ച് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്കറ്റിൻ്റെ ഒരു വീക്ക്ലി പെർസ്പെക്റ്റീവിൽ റീഡ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഏരിയയിൽ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് മാർക്കറ്റ് ബെയറിഷ് സ്ട്രക്ചറാണ്. അപ്പോൾ എവിടെ നിന്നായിരിക്കും മാർക്കറ്റ് ഒരു പ്രീമിയം ഏരിയയിലേക്ക് മാർക്കറ്റ് മൂവ്മെൻറ്റ് തരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, അല്ലേ? അപ്പോൾ അത് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? മാർക്കറ്റ് ഒരു ബേസ് ഉണ്ടാക്കണം. ഒരു ബേസ് മാർക്കറ്റിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മാർക്കറ്റ് പ്രീമിയം ഏരിയയിലോട്ടാണ് മൂവ്മെൻറ്റ്സിന് തരാൻ പോകുന്നത്, ഡിസ്കൗണ്ട് ഏരിയയിലേക്കാണ് മൂവ്മെൻറ്റ്സിന് തരാൻ പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യാനില്ല, നമ്മൾ വെയിറ്റ് ചെയ്യുക. മാർക്കറ്റ് ഒരു ബേസ് ഉണ്ടാക്കിയോ എന്ന് നമുക്ക് ചെക്കൗട്ട് ചെയ്യാം. നമുക്ക് ഈ ഒരു ഏരിയയിലൊക്കെ മാർക്കറ്റ് ബേസ് ഉണ്ടാക്കിയെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം എന്താണ്, ഒരു 2 ക്യാൻഡിൽസുമാണ്. പക്ഷേ നമുക്ക് ഈ ഒരു ഏരിയയുടെ ഈ ഒരു സ്വിങ്ങിൻ്റെ നമുക്കൊരു പ്രീമിയം ഡിസ്കൗണ്ട് ഏരിയ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓൾമോസ്റ്റ് മനസ്സിലാവും, ഓൾമോസ്റ്റ് ഒരു 50% ഏരിയയുടെ അവിടെ നിന്ന് തന്നെ ആയിരിക്കും വീണ്ടും റിജക്ഷൻസ് നമുക്ക് താഴോട്ട് വരുന്നത്. അപ്പോൾ അതാണ് നമുക്ക് വീക്ക്ലി പെർസ്പെക്റ്റീവിൽ നോക്കേണ്ടത്. കാരണം എന്ന് പറഞ്ഞാൽ ഒരു ബേസ് ഉണ്ടാക്കിയിട്ടില്ല മാർക്കറ്റ്. അപ്പോൾ ഒരു ഡെയിലി വ്യൂവിൽ മാർക്കറ്റ് ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു 3-4 ക്യാൻഡിൽസ് ഒരു അപ്സൈഡിലോട്ടൊരു മൂവ്മെൻറ്റ്സ് തന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഈ ഒരു സ്വിങ്ങിനെ മാർക്കറ്റ് ബേസ് ആയിട്ട് എടുത്തിട്ട് ഈ ഒരു സ്വിങ്ങിൻ്റെ ഒരു 50% അപ്സൈഡ് വരെ മാർക്കറ്റ് മൂവ്മെൻറ്റ് തരാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ ആ ഒരു മൂവ്മെൻറ്റ് തന്നതിന് ശേഷമായിരിക്കും മാർക്കറ്റ് വീണ്ടും ഡൗൺ സൈഡിലുള്ളൊരു പുഷ് തരാനായിട്ട് നമുക്ക് ചാൻസസ് ഉള്ളത്. അപ്പോൾ അതാണ് നമ്മുടെ വീക്ക്ലി അനാലിസിസ്. അപ്പോൾ നമുക്ക് ഇനി കറക്റ്റായിട്ടുള്ള ഡെയിലി അനാലിസിസിലോട്ട് പോകാം. ഡെയിലി അനാലിസിസും ഏകദേശം കൺഫ്യൂസിങ് രീതിയിലാണ് ഇരിക്കുന്നത്. പക്ഷേ നമ്മൾ 4 hour ടൈം ഫ്രെയിമിലോട്ട് മാർക്കറ്റിനെ വ്യൂ ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ചൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സെനാറിയോ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് സൂം ചെയ്യാം. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞത് കണക്ക് തന്നെ പ്രീമിയം ഡിസ്കൗണ്ട് ഏരിയ, ഈ ഒരു ഏരിയ നിങ്ങൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ പറ്റുന്നത്? ഞാൻ കഴിഞ്ഞ വീഡിയോസിൻ്റെയൊക്കെ ലോജിക്കിൽ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇവിടെ എന്താണ് നമുക്ക് കാണാൻ പറ്റുന്നത്? ഇതൊരു ഫെയർ വാല്യൂ ഗ്യാപ്പാണ്, അല്ലേ? അപ്പോൾ മാർക്കറ്റ് ഫെയർ വാല്യൂ ഗ്യാപ്പിൽ എങ്ങനെ റിയാക്ട് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഇവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കുറേ ഫെയർ വാല്യൂ ഗ്യാപ്പുകൾ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഫെയർ വാല്യൂ ഗ്യാപ്പുകളും നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ആ ഫെയർ വാല്യൂ ഗ്യാപ്പുകളിൽ മാർക്കറ്റ് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു അതാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ 4 hourൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ഫെയർ വാല്യൂ ഗ്യാപ്പിൽ മാർക്കറ്റ് വന്നതിന് ശേഷം അവിടെ നിന്ന് സ്ട്രോങ് ആയിട്ടുള്ള റിജക്ഷൻസ് കാണിക്കാൻ നമുക്ക് കണ്ടു, അല്ലേ?
അപ്പം ഈ ഒരു ഏരിയയിൽ പ്രീമിയം ഡിസ്കൗണ്ട് നമുക്ക് കൺഫേം ആയിട്ടുണ്ട്. അതേപോലെ ഫെയർ വാല്യൂ ഗ്യാപ്പിൽ നിന്നും ഒരു റിജക്ഷൻ കാണിച്ച് ഒരു ക്യാൻഡിൽ ക്ലോസിങ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ മാർക്കറ്റ് അടുത്ത് എയിം ചെയ്യുന്ന ഒരു ഏരിയ എന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതാണ് 22,975 എന്ന് പറഞ്ഞൊരു ഏരിയ ആണ്. ഇത് ഞാൻ നാളെ പോയിട്ട് നിങ്ങൾ ഈ ഒരു ഏരിയയിൽ തന്നെ പഞ്ച് ചെയ്യണം. ഇതിന് വേണ്ടിയാണെന്നല്ല ഞാൻ പറയുന്നത്. നാളത്തെ ഒരു ഡേ മോസ്റ്റ്ലി ഒരു ബെയറിഷ് ഡേ ആവാനുള്ളൊരു ചാൻസസ് ഉണ്ട്. അത്രയും മാത്രമാണ് നമ്മൾ ഇതിലൂടെ പറയുന്നത്. ഇത് കേട്ടിട്ട് നാളെ പോയിട്ട് ആരും പോയിട്ട് ബ്ലൈൻഡായിട്ട് ഡൗൺ സൈഡിലോട്ടുള്ളൊരു എൻട്രികൾ പഞ്ച് ചെയ്യരുത്. എൻട്രി മോഡൽസ് എന്തെങ്കിലും മാർക്കറ്റിൽ കാണിക്കുന്നെങ്കിൽ മാത്രം കൃത്യമായിട്ടുള്ള സ്റ്റോപ്പ് ലോസുകൾ പാലിച്ചുകൊണ്ട് മാത്രം നിങ്ങൾ ഡൗൺ സൈഡിലോട്ടൊരു എൻട്രി പ്ലേസ് ചെയ്യുക. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഈ നാളത്തേക്കുള്ളൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ലെവലായിട്ട് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചേക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഇനി നമ്മൾ നോർമലി എപ്പോഴും പറയുന്ന കണക്കുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഒന്നുകിൽ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് മാർക്കറ്റ് ഈ ഒരു ലെവലിൻ്റെ അപ്സൈഡിലോട്ടൊരു ചെറിയൊരു മൂവ്മെൻറ്റ് തരാം. ഈ ഒരു അപ്സൈഡിലോട്ടൊരു മൂവ്മെൻറ്റ് തന്നതിന് ശേഷം ഇവിടെ നിന്ന് മാർക്കറ്റിന് ഡൗൺ സൈഡിലോട്ട് വന്ന് ഈ ഒരു ഏരിയയും മാർക്കറ്റിന് ടേക്ക് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അതാണ് നമ്മുടെ ഒന്നാമത്തെ വ്യൂ. രണ്ടാമത്തെ വ്യൂ എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് നമ്മൾ 3 കണ്ടീഷൻസ് ആയിരിക്കും എടുക്കുന്നത്. ഒരു ഫ്ലാറ്റ് ഓപ്പൺ ആണെങ്കിൽ എങ്ങനെ ആയിരിക്കണം നമ്മൾ ട്രേഡുകൾ പഞ്ച് ചെയ്യേണ്ടത്, അതേപോലെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആണെങ്കിൽ നമ്മൾ എങ്ങനെ ആയിരിക്കണം ട്രേഡുകൾ പഞ്ച് ചെയ്യേണ്ടത്, ഒരു ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ ആണെങ്കിൽ നമ്മൾ എങ്ങനെ ആയിരിക്കണം ട്രേഡുകൾ പഞ്ച് ചെയ്യേണ്ടത്. ഇത് 3 ആയിരിക്കും നമുക്ക് നെക്സ്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു സ്വിങ്ങിനെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഈ ഒരു സ്വിങ്ങിനെ തന്നെ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ ഞാനവിടെ മാർക്ക് ചെയ്തിട്ടില്ല. നമുക്ക് എപ്പോഴും പറയുന്ന കണക്ക് തന്നെ ഈ ഒരു സ്വിങ് ബ്രേക്ക് ചെയ്ത് എന്താണ് മാർക്കറ്റ് ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് ചെയ്യാനുള്ളൊരു ചാൻസസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയയുടെ മുകളിൽ മാർക്കറ്റിനെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയിലേക്കും ഇവിടെ നിന്നൊക്കെ മാർക്കറ്റ് സ്ട്രോങ് ആയിട്ട് റിജക്ഷൻ കാണിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചെക്കൗട്ട് ചെയ്യുക. അൺലെസ് ഈ ഒരു വീക്കിൽ മാർക്കറ്റ് ഈ ഒരു ഏരിയയ്ക്ക് മുകളിൽ ക്ലോസ് തരാത്ത പക്ഷം മാർക്കറ്റ് ബെയറിഷ് തന്നെയാണ്. അപ്പോൾ നമ്മൾ വീക്ക്ലി പെർസ്പെക്റ്റീവിൽ വെച്ചേക്കുന്ന ഒരു മാർക്കറ്റിന് അപ്സൈഡിലോട്ട് മൂവ് തരാനുള്ള ചാൻസ് ഉണ്ടെന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു ലെവലാണ് 23,345 എന്ന ലെവൽ. അപ്പോൾ ആ ലെവൽ വരെ മുകളിൽ മാർക്കറ്റിന് ക്ലോസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം ഓക്കെ മാർക്കറ്റ് ബുള്ളിഷിലോട്ട് മൂവ് ചെയ്യാനുള്ളൊരു ചാൻസസ് ഉണ്ട്, ഒരു പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ട ലെവൽസാണ് ഈ ഒരു ഏരിയ 23,168 എന്ന് പറഞ്ഞൊരു ഏരിയയും അതേപോലെ ഡൗൺ സൈഡിലോട്ടൊരു ഏരിയ 23,000 എന്ന് പറഞ്ഞ ഏരിയ, 23,048 എന്ന് പറഞ്ഞ ലെവൽ. ഈ ഒരു ഏരിയ എന്നൊക്കെ മാർക്കറ്റ് ഡൗൺ സൈഡിലോട്ട് ബ്രേക്ക് ചെയ്ത് കഴിയുമ്പോൾ മാർക്കറ്റ് 23,000 എന്ന് പറഞ്ഞ റൗണ്ട് നമ്പർ ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ നോക്കുക. നമ്മുടെ 4 hour വ്യൂവിൽ പോയിട്ട് ബെയറിഷ് ആണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ബ്ലൈൻഡ് ആയിട്ട് ഡൗൺ സൈഡിലോട്ട് എൻട്രി എടുക്കുന്നതിനേക്കാളും നല്ലത് ഈ 23,000 എന്നൊക്കെ പറഞ്ഞൊരു റൗണ്ട് നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ അതിനെയെല്ലാം നിങ്ങൾ മൈൻഡിൽ കീപ്പ് ചെയ്തതിന് ശേഷം മാത്രം ട്രേഡുകൾ പഞ്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ വെച്ചേക്കുന്ന ലെവൽസുകൾ നിങ്ങൾക്ക് ഒന്നുകൂടി പറഞ്ഞു തരാം. ഡൗൺ സൈഡിലോട്ടെന്ന് പറഞ്ഞാൽ 23,048 എന്ന് പറഞ്ഞ ലെവൽ, ആ ഒരു ലെവലൊക്കെ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റിന് 23,000 മാർക്കറ്റിനെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ 22,974 എന്ന ഒരു ലെവലിനെ ബ്രേക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റി മാർക്കറ്റ് കാണുന്നുണ്ട്. ഇനി മാർക്കറ്റിന് അല്ലെങ്കിൽ 23,112 എന്ന് പറഞ്ഞ ലെവലിന് മുകളിലോട്ട് വന്നതിന് ശേഷം മാർക്കറ്റിന് ഇവിടെ നിന്ന് ട്രേഡ് ചെയ്തതിന് ശേഷം ഡൗൺ സൈഡിലോട്ട് ബ്രേക്ക് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. ട്രേഡ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് അപ്പ് സൈഡിലോട്ടാണ് ടേക്ക് ചെയ്യുന്നതെങ്കിൽ മാർക്കറ്റിന് ഈസിലി ആയിട്ട് 23,168 എന്ന് പറഞ്ഞ ലെവലിനെ ടേക്ക് ചെയ്തുകൊണ്ട് മാർക്കറ്റിന് 23,200 എന്ന് പറഞ്ഞ ലെവലിലോട്ട് എത്താനുള്ള പോസിബിലിറ്റി നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കുക. ഈ ഒരു ഏരിയാസൊക്കെ ഞാൻ കറക്റ്റായിട്ട് മാർക്കറ്റിൽ റിജക്ഷൻ വരാൻ ചാൻസ് ഉള്ള ഏരിയ ആണ്. ഈ ഒരു ഏരിയ സ്ട്രക്ചർ ബ്രേക്ക് ചെയ്താലും എവിടെ നിന്നൊക്കെ ആയിരിക്കണം മാർക്കറ്റിന് റിജക്ഷൻസ് വീണ്ടും വരാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ ആ ഒരു ലെവൽസിനെയാണ് നമ്മൾ ഹയർ ടൈം ഫ്രെയിമിൽ നമ്മൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു ഏരിയാസിലൊക്കെ നമുക്ക് മോസ്റ്റ്ലി റിജക്ഷൻസ് വരാൻ ചാൻസസ് ഉള്ള ഏരിയ ആണ്. ഈ ഒരു ഏരിയയുടെ മുകളിൽ നിന്നൊക്കെ ചിലപ്പോൾ ഷാർപ്പായിട്ടുള്ള റിജക്ഷൻസ് താഴോട്ടും ഡൗൺ സൈഡിലോട്ടും മൂവ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയെങ്കിൽ മാത്രം നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഈ വീഡിയോ പറ്റി ഉണ്ടെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് എൻ്റെ പേഴ്സണലായിട്ടുള്ള ടെലിഗ്രാം ഐ ഡി നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. നിങ്ങൾ അവിടെ വന്നിട്ട് നിങ്ങൾക്ക് മാർക്കറ്റ് ടൈമിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. അല്ലാതെ ഏത് കോൾ ഓപ്ഷൻ ഏത് പുട്ട് ഓപ്ഷൻ വാങ്ങണം, മാർക്കറ്റിൻ്റെ ഇപ്പോൾ എന്താണ്, ബ്രോ ഏതാണ് വാങ്ങിയിരിക്കുന്നത്, അങ്ങനെയൊന്നുമുള്ള കാര്യങ്ങൾ എന്നോട് ചോദിക്കരുത്. മോസ്റ്റ്ലി നമ്മുടെ എൻട്രി മോഡൽസിന് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ, ഇപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ പാസ്റ്റ് എൻട്രി മോഡൽസ് കണ്ടിട്ട് ഏതെങ്കിലും ഒരു എൻട്രി മോഡൽസ് നിങ്ങൾക്ക് മാർക്കറ്റിൽ കണ്ടെന്ന് വെക്കുക. അപ്പോൾ അത് നിങ്ങൾക്ക് വാലിഡ് ആണോ വാലിഡ് അല്ലയോ എന്ന് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് പേഴ്സണലായിട്ട് നമ്മളോട് ചോദിക്കുന്നതായിരിക്കും. നമ്മൾ കറക്റ്റായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ ഗൈസ്. ബൈ.